സദ്ഗുരേ ശരണം. ഈ കസ്റ്റമർ കെയർ സർവീസിലെ ആൾക്കാർ വിളിക്കുമ്പം നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു ചെറിയ 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 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പരാതി, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. പിന്നെ ഫോണിൻ്റെ റീചാർജ് ഇഷ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ബാങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു പരാതി കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ കസ്റ്റമർ കെയർ സർവീസുകാരുമായിട്ട് സംസാരിക്കാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി? Then let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijit. അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഓൺലൈൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പോസ്റ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ കോഴ്സിനും മറ്റ് ലിറ്റററി ഇവൻറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് പോം റെസിറ്റേഷൻ, ഇംഗ്ലീഷ് എലക്യൂഷൻ, ആങ്കറിങ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കുമുള്ള കോച്ചിങ് ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കണം. അതുപോലെ സയൻസ് ട്യൂഷനും ഉണ്ട്. 10th സ്റ്റാൻഡേർഡുകാർക്ക് 3 മാസം കൊണ്ട് അവരുടെ കംപ്ലീറ്റ് സിലബസും റിവിഷൻ ചെയ്യാനും 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനുമുള്ള പാക്കേജുകളുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ ആദ്യത്തേത് ഫോൺ റീചാർജ് ഇഷ്യൂ. ഇപ്പോൾ കസ്റ്റമർ ടെലികോം കസ്റ്റമർ കെയറിൽ വിളിക്കുകയാണ് കേട്ടോ, ഒരു റീചാർജ് ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ കസ്റ്റമർ: ഹലോ, ഐ റീചാർജ് മൈ ഫോൺ യെസ്റ്റർഡേ ബട്ട് ദ എമൗണ്ട് ഹാസൻ ബീൻ ക്രെഡിറ്റഡ് യെറ്റ്. ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ റീചാർജ് ചെയ്തു, പക്ഷേ ഇതുവരെ ആ എമൗണ്ട് ക്രെഡിറ്റഡ് ആയിട്ട് കാണുന്നില്ല. അതായത് അക്കൗണ്ടിൽ ഇത്രയും രൂപയ്ക്ക് ചാർജ് ചെയ്തതായിട്ട് കാണുന്നില്ല. കസ്റ്റമർ കെയർ എന്നുള്ള മറുപടി: ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്. അതൊരു ഫോർമൽ ആയിട്ട് പറയണം, അയ്യോ അങ്ങനെ സംഭവിച്ചോ, അത് ഞങ്ങൾ ഖേദിക്കുന്നു എന്നാണ്. മാം, മേ ഐ ഹാവ് യുവർ മൊബൈൽ നമ്പർ ആൻഡ് ദ ട്രാൻസാക്ഷൻ ഐ ഡി പ്ലീസ്. എനിക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആ ട്രാൻസാക്ഷൻ ഐ ഡിയും ഒന്ന് തരാമോ? മേ ഐ ഹാവ് യുവർ മൊബൈൽ നമ്പർ ആൻഡ് ട്രാൻസാക്ഷൻ ഐ ഡി പ്ലീസ്. അപ്പോൾ കസ്റ്റമർ പറയാണ്, ഷുവർ, മൈ നമ്പർ ഇസ് 9876543210 and the transaction ID is TXN12345. അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ, ട്രാൻസാക്ഷൻ ഐ ഡി ഇതാണ്. അപ്പോൾ കസ്റ്റമർ കെയർ: താങ്ക് യു, പ്ലീസ് ഗീവ് മീ എ മൊമെൻറ്റ് വൈൽ ഐ ചെക്ക്. നന്ദി, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നിന്നുള്ള മറുപടിയാണ് ദ റീചാർജ് ഫെയിൽഡ്. റീചാർജ് ചെയ്തത് ഫെയിലായി, അതായത് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ദ എമൗണ്ട് വിൽ ബി റീഫണ്ടഡ് ഇൻ 3 to 5 വർക്കിംഗ് ഡേയ്സ്. 3 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യപ്പെടും. വിൽ ബി റീഫണ്ടഡ്. അപ്പോൾ കസ്റ്റമർ: ഓൾ റൈറ്റ്, ശരി, താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ്. ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് നന്ദി. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം. അപ്പോൾ കസ്റ്റമർ കെയർ: യു ആർ വെൽക്കം മാം. ഈസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ടുഡേ? ഇനി മറ്റെന്തെങ്കിലും സഹായം എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അത് അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഡിങ് ലൈനാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ: നോ താങ്ക് യു, ദാറ്റ്സ് ഓൾ. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ, നന്ദി. ഇനി അടുത്തത് ഓൺലൈൻ ഷോപ്പിംഗ് കംപ്ലൈൻ്റ് ആണ്. നമ്മളൊരു ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിച്ചു, പരാതി അറിയിക്കുക. കസ്റ്റമർ: ഹലോ, ഐ റിസീവ്ഡ് മൈ ഓർഡർ ടുഡേ ബട്ട് ദ പ്രോഡക്റ്റ് ഈസ് ഡാമേജ്ഡ്. ഞാൻ ഓർഡർ ചെയ്തത് ഇന്ന് എനിക്ക് ലഭിച്ചു, ഐ റിസീവ്ഡ്, പക്ഷെ അത് ഡാമേജ്ഡ് ആണ്. ഇറ്റ് ഇസ് ഡാമേജ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ഡാമേജ്ഡ് ആണ്. അപ്പോൾ കസ്റ്റമർ കെയർ ഇങ്ങനെയായിരിക്കും പറയാ: ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നിങ്ങൾക്കുണ്ടായ ഈ ഒരു അസൗകര്യത്തിന് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. സർ, കുഡ് യു പ്ലീസ് ഷെയർ ദി ഓർഡർ ഐ ഡി? ആ ഓർഡർ ഐ ഡി ഒന്ന് ഷെയർ ചെയ്യാമോ? ആൻഡ് ഡിസ്ക്രൈബ് ദ ഇഷ്യൂ. എന്നിട്ട് ആ ഒരു പ്രശ്നം ഒന്ന് വിവരിക്കാമോ? അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ വിവരിക്കണം. ആ ഓർഡർ ഐ ഡി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ കസ്റ്റമർ: യെസ്, the order ID is #456789. The speaker I ordered has a broken wire. ഞാൻ ഓർഡർ ചെയ്ത സ്പീക്കറിൻ്റെ ഒരു വയറ് പൊട്ടിയിരിക്കുന്നു. ബ്രോക്കൺ വയറാണ് അതിനുള്ളത്. അത് പൊട്ടിയിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹാസ് എ ബ്രോക്കൺ വയർ. അതിനൊരു പൊട്ടിയ വയറാണ് ഉള്ളത്. അപ്പോൾ കസ്റ്റമർ കെയർ: ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായി. വിൽ അറേഞ്ച് എ റീപ്ലേസ്മെൻറ്റ് ഓർ എ റീഫണ്ട്. ഞങ്ങൾ ഒന്നുകിൽ അതിന് പകരം മറ്റൊന്ന് തരാം, അല്ലെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു തരാം. ഒന്നുകിൽ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു സാധനം തരാം, റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പൈസ തിരിച്ചു തരാം. വുഡ് യു പ്രിഫർ എ റീപ്ലേസ്മെൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഇതിന് പകരം മറ്റൊരു സാധനം തരുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? അപ്പോൾ കസ്റ്റമർ: യെസ്, പ്ലീസ് സെൻഡ് എ റീപ്ലേസ്മെൻറ്റ്. അതെ, ഒരു റീപ്ലേസ്മെൻറ്റ് നിങ്ങൾ ചെയ്യൂ. അതാണ് പ്ലീസ് സെൻഡ് എ റീപ്ലേസ്മെൻറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന് പകരം മറ്റൊരു സാധനം നിങ്ങൾ അയച്ചു തരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കെയർ പറയാണ്: ഡൺ സർ, ശരി,
ചെയ്യാം. The pickup for the damaged product will be scheduled within 24 hours. The pickup for the damaged product എന്ന് വെച്ചാൽ ഈ ഡാമേജ്ഡ് പ്രോഡക്റ്റ് അവിടെ വന്ന് എടുക്കുക, ആരെങ്കിലും വന്ന് അത് എടുത്തോളൂ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ദ പിക്കപ്പ് ഓഫ് ദ ഡാമേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. വിൽ ബി ഷെഡ്യൂൾഡ് വിതിൻ 24 hours. അത് 24 മണിക്കൂറിനുള്ളിൽ അവിടെ ആരെങ്കിലും വന്ന് അത് എടുത്തോളും. ഇപ്പൊ കസ്റ്റമർ പെർഫെക്റ്റ്, അത് കൊള്ളാം, നമ്മൾ പറയില്ല അത് കൊള്ളാം, അതിന് ഇംഗ്ലീഷിൽ പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്, വളരെ നന്ദി. കസ്റ്റമർ കെയർ, യു ആർ മോസ്റ്റ് വെൽക്കം സർ. ഇനി അടുത്തത് ബാങ്ക് കസ്റ്റമർ കെയർ ആണ്. ഒരു ബാങ്കിൽ വിളിക്കുകയാണ്. അതിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ATM കാർഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ്. കസ്റ്റമർ, ഗുഡ് മോർണിംഗ്, മൈ ATM കാർഡ് സീംസ് ടു ബി ബ്ലോക്ക്ഡ്. എൻ്റെ ATM കാർഡ് ബ്ലോക്ക് ആയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അത് തോന്നുന്നു എന്ന് പറയാനാണ് സീംസ് എന്ന് പറയുന്നത്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കാമോ? അപ്പൊ കസ്റ്റമർ കെയർ, ഗുഡ് മോർണിംഗ് മാം, may I have your registered mobile number and the last 4 digits of your card. നിങ്ങളുടെ registered mobile നമ്പറും last 4 digits of your കാർഡിന്റെ last 4 digitsഉം ഒന്ന് വേണം, അതൊന്ന് തരാമോ? കസ്റ്റമർ, it's 9876543210 and 7821. Customer care, thank you, your card was temporarily blocked due to a security alert. Shall I unblock it now? ഒരു security alert, ഒരു സുരക്ഷാ മുന്നറിയിപ്പ് പ്രകാരം നിങ്ങളുടെ കാർഡ് ഒന്ന് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. യുവർ കാർഡ് വാസ് ടെമ്പററിലി ബ്ലോക്ക്ഡ് ഡ്യൂ ടു എ സെക്യൂരിറ്റി അലേർട്ട്. ഷാൽ ഐ അൺബ്ലോക്ക് ഇറ്റ് നൗ? ഞാൻ ഇപ്പോൾ അത് അൺബ്ലോക്ക് ചെയ്യട്ടെ? കസ്റ്റമർ, യെസ് പ്ലീസ്. അപ്പോൾ കസ്റ്റമർ കെയർ, ഓൾ റൈറ്റ്, ഇറ്റ് ഹാസ് ബീൻ അൺബ്ലോക്ക്ഡ്. അപ്പോൾ അവർ പറയും അത് അൺബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, ഇറ്റ് ഹാസ് ബീൻ അൺബ്ലോക്ക്ഡ്. പ്ലീസ് ട്രൈ യൂസിങ് ഇറ്റ് ആഫ്റ്റർ 10 minutes. 10 മിനിറ്റ് കഴിഞ്ഞ് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ, താങ്ക്സ് എ ലോട്ട്, വളരെ നന്ദി. ഇനി അടുത്തത് ഫ്ലൈറ്റ് ബുക്കിംഗ് ഇൻക്വയറി ആണ്. ഇപ്പോൾ ട്രാവൽ ഡേറ്റ്സ് ഒക്കെ ഒന്ന് മാറി, അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരു കസ്റ്റമർ വിളിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ, I'd like to reschedule my flight from Delhi to Mumbai. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എൻ്റെ ഫ്ലൈറ്റ് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കസ്റ്റമർ കെയർ, ഷുവർ മാം, മേ ഐ ഹാവ് യുവർ ബുക്കിംഗ് റെഫറൻസ് നമ്പർ പ്ലീസ്? അപ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ എനിക്ക് ഒന്ന് തരാമോ? കസ്റ്റമർ, ഇറ്റ്സ് A17896. കസ്റ്റമർ കെയർ, താങ്ക് യു, ദ ഫ്ലൈറ്റ് ക്യാൻ ബി റീഷെഡ്യൂൾഡ് ടു എനി ഡേറ്റ് വിതിൻ ദ നെക്സ്റ്റ് 3 months. അടുത്ത 3 മാസത്തിനുള്ളിൽ ഏത് ദിവസത്തേക്ക് വേണമെങ്കിലും ഈ ഫ്ലൈറ്റ് നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. വിച്ച് ഡേറ്റ് വുഡ് യു ലൈക്ക് ടു ചൂസ്? നിങ്ങൾ ഏത് ഡേറ്റ് ആണ് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നത്, ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ കസ്റ്റമർ, പ്ലീസ് ചേഞ്ച് ഇറ്റ് ടു 25th October. അത് ഒരു 25-ാം തീയതി, ഒക്ടോബർ 25-ാം തീയതിയിലേക്ക് അത് ഒന്ന് മാറ്റുക. കസ്റ്റമർ കെയർ, ഡൺ, ചെയ്തിരിക്കുന്നു. ദ ചേഞ്ച് ഫീ ഇസ് ₹500. അത് മാറ്റാനുള്ള ഫീ 500 രൂപയാണ്. വുഡ് യു ലൈക്ക് ടു പ്രൊസീഡ് വിത്ത് പേയ്മെന്റ്? അപ്പോൾ നിങ്ങൾ അതിനുള്ള പേയ്മെന്റ് നൽകി പ്രൊസീഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ? അപ്പോൾ പൈസ അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു പ്രൊസീഡ് വിത്ത് പേയ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ 500 രൂപ അടച്ച് ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ എന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, കസ്റ്റമർ പറയണം, യെസ് പ്ലീസ്, അതെ ദയവേത് ചെയ്യൂ. ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ബിൽ കംപ്ലൈന്റ് ആണ്. ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ആണ്. ബില്ല് കറക്റ്റ് അല്ലാതെയാണ് കിട്ടിയിരിക്കുന്നത്. കസ്റ്റമർ, മൈ ഇലക്ട്രിസിറ്റി ബിൽ ഇസ് അൺയൂഷ്വലി ഹൈ ദിസ് മന്ത്. ഈ മാസത്തെ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അസ്വാഭാവികമായി വളരെ കൂടുതലാണ്. ഐ തിങ്ക് ദർ ഇസ് എ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നു അതിലൊരു പെശകുണ്ടെന്ന്. ഇപ്പൊ കസ്റ്റമർ കെയർ, ഐ അണ്ടർസ്റ്റാൻഡ് സർ, എനിക്കത് മനസ്സിലാവുന്നു. കുഡ് യു ഷെയർ യുവർ കൺസ്യൂമർ നമ്പർ പ്ലീസ്? നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പൊ കസ്റ്റമർ, ഇറ്റ്സ് 01458923. കസ്റ്റമർ കെയർ, താങ്ക് യു. അപ്പോൺ ചെക്കിംഗ് ദ മീറ്റർ റീഡിംഗ് സീംസ് ഹയർ ദാൻ യൂഷ്വൽ. ചെക്ക് ചെയ്തതിൽ നിന്ന്, പരിശോധിച്ചതിൽ നിന്ന്, അപ്പോൺ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ പരിശോധിച്ചതിൽ നിന്ന് മീറ്റർ റീഡിംഗ് സാധാരണയേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു തോന്നുന്നു. വിൽ സെൻഡ് എ ടെക്നീഷ്യൻ ടു വെരിഫൈ ഇറ്റ് വിതിൻ 2 working days. 2 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരു ടെക്നീഷ്യനെ അത് വെരിഫൈ ചെയ്യാനായിട്ട് അയക്കുന്നതാണ്. അപ്പൊ കസ്റ്റമർ, ദാറ്റ്സ് ഗുഡ്, അത് നല്ലതാണ്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. എന്നെ വിവരം അറിയിക്കണം എന്നാണ്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ എന്നെ വിവരങ്ങൾ അറിയിക്കണം, ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എപ്പോൾ വരും എന്നൊക്കെ ഉള്ളത് അയാൾക്ക് അറിയണം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ പറയാം, പ്ലീസ് കീപ് മീ ഇൻഫോംഡ്,
എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പ്ലീസ് ഇൻഫോം മീ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. കസ്റ്റമർ കെയർ. ഓഫ് കോഴ്സ് സർ, യു വിൽ റിസീവ് ആൻ SMS വൺസ് ഇറ്റ്സ് ഷെഡ്യൂൾഡ്. തീർച്ചയായും സർ, ഞങ്ങൾ അതിൻ്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SMS വരുന്നതാണ്. നിങ്ങൾക്കൊരു SMS നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 5 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഫ്രേസസ് നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഈ എല്ലാ ഫ്രേസസും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത്? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. മേ ഐ ഹാവ് യുവർ ഓർഡർ അല്ലെങ്കിൽ ബുക്കിംഗ് റെഫറൻസ് നമ്പർ. നിങ്ങൾക്കിപ്പോൾ ഒരു ഓർഡർ നമ്പർ, ബുക്കിംഗ് നമ്പർ, റെഫറൻസ് നമ്പർ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഐ എം റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്തെങ്കിലും അസൗകര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നതല്ല, എവിടെയെങ്കിലും ചെന്ന് നമുക്കും ഇത് പറയാം. പ്ലീസ് ഹോൾഡ് ദ ലൈൻ വൈൽ ഐ ചെക്ക്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് ലൈൻ ഹോൾഡ് ചെയ്തോളൂ. അതായത് നമ്മൾ കോൾ കട്ട് ചെയ്യാതെ അവിടെ നിൽക്കാനാണ് പറയുന്നത്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. അങ്ങയുടെ ക്ഷമയ്ക്ക് വളരെ നന്ദി. ഈസ് ദെയർ എനിത്തിങ് എൽസ് ദാറ്റ് ഐ ക്യാൻ അസിസ്റ്റ് വിത്ത്? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും മറ്റ് സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഞാൻ ചെയ്യാൻ വില്ലിങ് എന്ന് വളരെ ഫോർമലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. വിൽ അറേഞ്ച് എ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റീഫണ്ട്. ഞങ്ങൾ ഒരു റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ റീഫണ്ടോ, പൈസ തിരിച്ചു തരുന്നതോ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പം ഈ ഒരു 5 സിറ്റുവേഷൻസും ഇവിടെ കസ്റ്റമർ കെയർ സർവീസിലെ ആളായിട്ടും കസ്റ്റമറായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് പറയണം എന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പല പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മാറ്റിയും മറിച്ചും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന് നന്നായിട്ട് പഠിക്കണം. വെറുതെ കേട്ട് അങ്ങ് പോയാൽ അത് അതുപോലെ ഫെയ്ഡ് ചെയ്ത് പോകും. ഓക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേ ചെയ്യരുത്. So see you in the next video. Until then, you take care. Sadgureshwar.